എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സാധനം. അപ്പോൾ റൂമിൽ ഇരുന്നപ്പം വെറുതെ അവിടെ ചടിപ്പ് പിടിച്ച് ഇന്നൊക്കെ വാവായതുകൊണ്ട് അങ്ങനെ ക്ലാസ്സില്ലായിരുന്നു. അപ്പം റൂമിൽ തന്നെ ആയിരുന്നു എല്ലാവരും. ഞാനുണ്ട്, ജിസ്റ്റുണ്ട്, ജോസുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചുമ്മാ ഇറങ്ങിയതാണ്. സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്ത് സുഭാഷ് പാർക്ക് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ചുമ്മാ ഒരു കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. പക്ഷേ ഇപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു. അപ്പം വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഇങ്ങോട്ട് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മൊത്തം നനഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ മൊത്തം ഈ പുല്ലിക്കിടയ്ക്ക് മൊത്തം ചള്ളയാണ്. അപ്പം അത് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് അത് ഗേറ്റിട്ട് മൂടിയിട്ടുണ്ട്. നേരെ ഇതിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തെ വഴി കൂടെ അതിനകത്തേക്ക് കയറാൻ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കയറാൻ പോകണം. ഇതിലും കുറച്ച് വലിയ പാർക്കിലാണ്, അവിടെ കയറി കാണാം. അതെ ഗൈസ്, നമ്മൾ ഇവിടം വരെ വന്നത് ഇതിനകത്ത് ത്രൂ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്നമായ ശക്തി പറഞ്ഞത്. ഇവിടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേറെ വലിയൊരു സ്പോട്ടിൽ പോവാം. ഫുള്ള് മഴയാണ്ട് രാവിലെ തൊട്ട് ഇതുവരെ എവിടെയും പോയിട്ടില്ല. അതിനകത്ത് തന്നെ കുത്തിയിരിപ്പായിരുന്നു. ഫുഡ് കൊള്ളാത്തതുകൊണ്ടും ഹോസ്റ്റലിൽ തീരെ പോരാത്തതുകൊണ്ടും അതിനകത്ത് തന്നെ ഇരിക്കും. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെന്നുണ്ട്. പോകാനാണെങ്കിൽ സ്ഥലമില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോയാൽ റോട്ടി കിടക്കേണ്ടി പിന്നെ പോവാത്തത്. ഫുള്ള് ചള്ളയാണ്. പുല്ല് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് കേട്ടുമ്പോൾ വലിയൊരു കുഴിയും ഫുള്ള് ചള്ളയാണ്. ഇവിടെ പുതിയൊക്കെ നമ്മൾ ഈ വഴി കൂടെ പോയത്. അങ്ങനെ നമ്മൾ ഈ വഴി അങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങോട്ട് പോവാണ്. എന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി. ഒരു തെറ്റിദ്ധാരണ പറ്റി ഇല്ലയോ? അതെ അതെ ഗൈസ്, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം അമ്പലം കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ വഴി കൂടെ കറക്റ്റ് നടന്ന് ഇവിടാണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ. നല്ല ചന്ദനത്തിൻ്റെ മണം. ബാക്കിൽ അമ്പലം. അതെ എവിടെയാണ് എൻ്റെ എൻട്രൻസ്? ഗൈസ്, ഇതായിരുന്നു എൻട്രൻസ്. പക്ഷേ ഇവിടെ ലോക്കാണ്, കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ മിക്കവാറും അതിൽ ആളുടെ വരും. ഇതെന്ത് മെട്രോ കാണിച്ചു? ഇലക്ട്രിക് KSRTCയുടെ ഇലക്ട്രിക് ഗൈസ്. അങ്ങനെ നമ്മൾ KSRTCയുടെ ഇലക്ട്രിക്കും കണ്ടിരിക്കുന്നു ഗൈസ്. കൊച്ചി ഓൾമോസ്റ്റ് തിരുവനന്തപുരത്ത് നിന്നപ്പം അവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ എവിടെ നോക്കിയാലും ഒരു XUV കാട്ടി കൂടുതൽ സെഡാൻ മോഡലായിട്ടുള്ള BMW, Audi അങ്ങനെയുള്ള കാറുകളാണ് കാണുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ നോക്കിയിട്ട് അവിടെ ഞാൻ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല BMW അങ്ങനെയുള്ള സാധനം. പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും ഒരു ആൾട്ടോയുടെ കൂട്ട് BMW കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എങ്ങനെയും ഇറങ്ങണം. പക്ഷേ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ആ ഗേറ്റ് എല്ലാം ക്ലോസ്ഡാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഗേറ്റാണ് അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ക്ലോസ് ആയിട്ട്. ഫുള്ള് ക്രൗഡുകളാണ്. അതുകൊണ്ട് അധികം വ്ളോഗ് എടുക്കാൻ എനിക്ക് ഒരു വല്ലാത്തൊരിതാണ്. വീണ്ടും ഞങ്ങൾ സ്ട്രൈറ്റ് പോവാണ്. അവിടെ ഒരു എൻട്രൻസിൻ്റെ റൂട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് എൻട്രൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടുത്തെ റൂട്ട് പൂട്ടിയിട്ടേക്കുമായിരിക്കാം. ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് അത് എന്തിനുള്ള എൻട്രൻസ് ആണെന്ന് അറിയാൻ പറ്റൂ. മിക്കവാറും അത് നോർമൽ എൻട്രൻസ് ആയിരിക്കും. അത് തുറന്നിട്ടുണ്ട് ഗൈസ്. കാരണം ഗ്രില്ലിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ നമ്മൾ എൻട്രൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. ഇതാണ് നമ്മളെ എൻട്രൻസ്. ഇവിടുന്ന്
ഫസ്റ്റ് അങ്ങോട്ടേക്ക് കിടക്കണോ ഇങ്ങോട്ടേക്ക് പോകണോ? നമുക്ക് നേരെ അപ്പോൾ നേരെ പോവാം. അപ്പോൾ നേരെ ഇവിടെ കുറേ മുട്ട പോലത്തെ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ. നല്ല സ്പോട്ട് ഫോട്ടോ എടുക്കുക. നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് ഇതുപോലത്തെ സാധനമൊക്കെ കിഴിപ്പുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞൂടാ. ഇതിപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നതാണ്. ഇത് മറ്റേ സാധനം വെള്ളം ഫൗണ്ട്. അത് തന്നെ ഈ ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്. മറ്റേ ആ കുളം പോലത്തെ മറ്റേ ഫൗണ്ടൈൻ വെള്ളത്തിന്. ഇവിടെ ഫുള്ള് ചള്ളയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ് വിഷയം. രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് വന്നു തോന്നുന്നു ഇല്ലയോ? ഇന്നലെ രാത്രി തൊട്ട് ഇപ്പം വരെ നല്ല മഴയായിരുന്നു ഇവിടെ. അതും നനഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഡ്രസ്സ് മൊത്തം നനഞ്ഞു. പക്ഷെ അത് ആ ഒരു നടത്തത്തിൻ്റെ ഇതിൽ അത് ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനോ അത് ഇങ്ങനോ? ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഫുള്ള് ചള്ളയായതുകൊണ്ട് തന്നെ അവിടുന്ന് ബാക്ക് ഇറങ്ങിയിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് നടക്കുവാണ്. പെട്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഫോട്ടോ എടുക്കാൻ പോകും. ഫോട്ടോ എടുക്കാൻ അവിടെ ഒരു പ്രതിമയുടെ അണ്ണക്സി പൊടി ചള്ളയാണ് ഗൈസ്, ചള്ളയാണ്. അങ്ങനെ ഈ സാധനത്തിൻ്റെ ഫോട്ടോ എടുക്കാനാണ് ജോസ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനൊരു ഫോട്ടോ സ്കില്ലാണ്. ഫോട്ടോ എടുത്തിട്ട് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇതിനെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇവിടെ ഇതിന് എന്തൊക്കെയോ കുത്തുന്നൊക്കെ ഉണ്ട്. ഫോട്ടോ കാണിച്ചു ഈ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങുള്ളൂ. കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു വട്ടത്തിന് ഈ ഒരു വട്ടത്തിന് ഇടയ്ക്കെങ്കിലും വെള്ളം കൊടുക്കണ്ടായിരുന്നു. വെള്ളം മനസ്സിലായി. വെള്ളം ലൈറ്റ് അതേപോലത്തെ നല്ല മതി. എൻ്റെ ഫോണിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എടുത്തില്ല, ഫോട്ടോ എടുത്തിട്ടുണ്ട്. എപ്പോൾ ഉണ്ട് ആ സൈഡിൽ നിന്ന് എടുക്കും. കട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഓൾറെഡി വ്ളോഗ് കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു. ഇതെന്താ സ്മാരകം? എന്തിൻ്റെ? സുഭാഷ് ചേട്ടൻ്റെ സ്മാരകം. നമ്മളെവിടെ പോയാലും ഇതേപോലത്തെ ഒരു സെക്യൂരിറ്റി ഇവിടെ വെറുതെ ഇരിക്കുന്നതാണ് കഴിയും. ചില മറ്റേ എന്താ പറയല് മോശകരമായ പ്രവൃത്തികളൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള സദാചാര പോലീസ്. പുള്ളി നല്ല ഇതിലാണ് ആരെ വിളിച്ച് കത്തി വെച്ചോണ്ടിരിക്കുക. നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്, സിനിമാറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പം ഇച്ചിരി വെട്ടം കിട്ടി. നേരത്തെ 1x ഇട്ടപ്പോഴും വൈഡ് ഇട്ടപ്പോൾ തീരെയില്ല. 1x ഇട്ടപ്പോൾ പിന്നെ ഒരുമാതിരി പുകച്ചിലൊക്കെ ആയിരുന്നു. 1x ഇട്ടപ്പോൾ തീരെയില്ല. വൈഡ് ഇട്ടപ്പോൾ ഫുൾ പുകച്ചിലൊക്കെ ആയിരുന്നു. നമ്മൾ നേരത്തെ ഈ ഒരു ഭാഗത്താണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയത്. വഴിയില്ല എന്ന് പറഞ്ഞ് ആ വഴി കൂടെ ചാടിയൊക്കെ വരാൻ പറ്റിയായിരിക്കും. ചാടി ചിലപ്പം കടലിൽ വീണാലും. രാവിലെ നടക്കാനൊക്കെ വരാൻ കൊള്ളാം. അച്ഛാ ആ സൈഡിലേക്ക് നോക്കണ്ട. അല്ല, ആ സൈഡിലേക്ക് നോക്കണ്ട. വീഡിയോ ഒട്ടും കാണിക്കില്ല. അങ്ങനെ ഞങ്ങള് ഏതാ എന്തിന് അങ്ങനെ നേരെ നടക്കുവാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇത് മറ്റേ ജിഷ്ടോ ഇല്ലയോ? നമ്മളവിടുന്ന് പഠിക്കാനാണ് പോയെന്ന് പറഞ്ഞു പോയത്.
വാപ്പാനെ കാരണം അപ്പൊ നാട്ടുകാരൊക്കെ കാണുമ്പോഴേ അപ്പൊ ഇനി അവിടെ പഠിക്കാനാണോ ഭയങ്കര കറങ്ങി നടക്കാനാണോ വിളിക്കട്ടെ. നമുക്ക് വൈബൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല ഇതുണ്ട്, രസമുണ്ട്. നീ ഗിറ്റാർ വയ്ക്കോ? വെറുതെ പറഞ്ഞത്. പക്ഷെ ആഗ്രഹം ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ഗിറ്റാറൊക്കെ വെച്ച് ട്രെയിനിൽ ഒരു ദിവസം പോകണം. നല്ല നമ്മളിങ്ങനെ ആരെങ്കിലും ഒരു പക്ഷെ വരുന്നത് കേട്ടോ മറ്റേ ബായിമാര് അല്ല മറ്റേ സാരിയെ കൊടുത്ത് അങ്ങനെ ഒരു സംഭവം. ഞാൻ ഉറങ്ങിയ പോലെ ഒരു വട്ടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് മോനെ എണീക്കടാ പിന്നെ ഞാൻ എണീച്ചില്ല, അങ്ങനെ തന്നെ കിടന്നു ഉണ്ടാക്കാൻ. ഇപ്പൊ അത് കൊള്ളയില്ലേ, ഫുള്ള് ലൈറ്റിൻ്റെ ഒരു മയം. പാട്ടുണ്ടാവും എല്ലാ പാടത്തിലും അവിടെയാണ് പല വിധത്തിലുള്ള പല യൂട്യൂബ് ഹായ് ആയിരുന്നു. ചിലപ്പോ സ്ട്രൈക്ക് കിട്ടിയത് പാട്ട് നോക്കാം. ക്യാമറ നേരെ പിടി. ക്യാമറ എനിക്ക് പേടിയാണ്, എന്റെ വായിന്ന് പലതും വീഴും. ശരിയാണ്. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അച്ഛാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ബൈ ജിഷ്ണു. ജോസ് പാട്ട് ഇടാൻ പോണു ഗൈസ്. പാട്ടല്ല പക്ഷേ ആ പാട്ട് മറ്റേ മേൽമേൽ ഇവിടെ ഏതെങ്കിലും ഒരു ക്രൗഡ് അതേപോലെ ഇരിക്കണ്ടേ അവരെപ്പോഴും പോയിരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാൽ ഫോട്ടോ വെച്ചിലുണ്ട്, ഫോട്ടോ വെച്ചിലുണ്ട് ഗിറ്റാറൊക്കെ ഉണ്ട്. എന്നിട്ട് പക്ഷെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാനല്ലേ പാട്. എടാ നീ എന്റെ മുഖത്തേന്നാ ഒരു മാറ്റം ഇങ്ങോട്ട് നേരെ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. നേരെ റൂമിലേക്ക് പോവാണ്. കൊള്ളാം, കുറച്ചു നേരം വന്ന് മൈൻഡ് ഫ്രഷ് ആയിരിക്കാൻ കൊള്ളാം. അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് കുറച്ചു നേരം വന്ന് മൈൻഡ് ഫ്രഷ് കൊള്ളാം. അല്ലാതെ വലിയ ഇത് കാണാനൊന്നും ഇല്ല ഇവിടെ. കുറച്ച് നേരം വന്ന് റിലാക്സ് ചെയ്യാൻ കൊള്ളാം ഇല്ലയോ? പിന്നെ മൈൻഡൊക്കെ ഒന്ന് കൂളായി. ആ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും സംഭവങ്ങളൊക്കെ കണ്ട് ഫ്രീ ആവും. ചളി വാരി വിതറല്ലേ. ക്യാമറ കാണാന്നുള്ളത് ഓർക്കണം. ഗ്രൂപ്പിലൊക്കെ ഇന്ന് ഇത് വരുമ്പോഴേ അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെയാണ് ഇത്. കാണിക്കൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. നിർത്തുവാണ് ഗൈസ് ഇല്ലയോ? നിർത്തുവാണ് ഗൈസ്. നിർത്തുവാണ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കാണാൻ. അപ്പം നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം. ഇപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ശരി.